തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിവിടുന്ന ആശയങ്ങൾ അത് വ്യാപകമായിട്ട് വോട്ടർമാരിൽ സ്വാധീനം ചെലുത്താനുള്ള സാധ്യത കൂടുതലാണ്. 1000 ബോധമുള്ളവർ, കാര്യങ്ങൾ അറിയുന്നവർ, ചിന്തിക്കുന്നവർ ആയിട്ടുള്ള ഒരു 1000 പേര് മതി ഞങ്ങൾക്ക്. 500 രൂപ ദിവസക്കൂലി മേടിച്ച് വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ 500 രൂപ കൂലി മേടിച്ചിട്ട് ദിവസം ഈ പറയുന്ന BJPയുടെയൊക്കെ പ്രകടനത്തിന് പോകുന്ന അങ്ങനത്തെ ഒരു 1 ലക്ഷം പേരെക്കാളും നല്ലത് ഒരൊറ്റ വിളിയിൽ വരുന്ന 1000 പേരാണ്. BJPക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന ചെറുപ്പക്കാരെ പണ്ടേ അവർക്ക് ഇഷ്ടമല്ല. തൂറി തോൽപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും സംഘപരിവാർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു നടിയുടെ അടിവസ്ത്രത്തിന്റെ കളർ കാവ്യാണെന്നും പറഞ്ഞ് കുമാർ കടന്നുകൂടെ ഒച്ചമ്പോഴും ഉണ്ടാക്കി. ആ സിനിമ സൂപ്പർ ഹിറ്റായി. ഇത് കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ പാറ്റ പാർട്ടി ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തെ സംഘപരിവാർ രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിടയിൽ ബജ്രംഗ് ദൾ ഇവരെ ആക്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സംഘപരിവാറിന് വലിയ വിഷമമാണ് ഈ ഒരു പ്രതിഷേധം നടന്നത്. അപ്പം ഈ CJP എന്ന് പറയുന്നത് BJPക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറുകയല്ലേ ഈ ഒരു പ്രതിഷേധമൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ? രേഷ്മ, ഇവിടെ സംഘപരിവാറിനെ ഇത് വല്ലാതെ വിറളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രാഥമികമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലും ഗോദി മീഡിയയിലും സംഘപരിവാർ വിലക്കെടുത്ത യൂട്യൂബർമാർക്കിടയിലും ഒക്കെ CJPക്കെതിരെ ഉയർന്നു വരുന്ന ആ ഒരു വലിയ ക്യാമ്പയിൻ, ഹെയ്റ്റ് ക്യാമ്പയിൻ. ഇപ്പോൾ ജനൻ TV പോലുള്ള ചാനലുകളൊക്കെ പാറ്റ പാർട്ടി എന്ന് വിളിക്കുന്നു, ഇവർ ദേശവിരുദ്ധത ചെയ്യുന്നു എന്ന് ആരോപിക്കുന്നു. അങ്ങനെയുള്ള വല്ലാത്ത രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ഈ കൂട്ടായ്മയ്ക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് കാവിപ്പടയെ വിറളി പിടിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും തൂറി തോൽപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും സംഘപരിവാർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതായത് ആശയപരമായി മുട്ടാനുള്ള ധൈര്യമില്ല, വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ഈ പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ല. എന്ത് പറഞ്ഞാലും ഇത് അവിടുത്തെ, ഇത് അപ്പുറത്തെ, മറ്റവന്മാരാ, ഇതാണ് ലൈൻ. അപ്പോൾ അതേ കണ്ണുകളിലൂടെ CJPയെ നോക്കി കണ്ടാൽ അതിൻ്റെ ഭവിഷ്യത്ത് സംഘപരിവാർ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയാനുള്ളത്. കാരണം ഞാനിത് ഇങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പോൾ CJPക്കെതിരെ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി, മലയാളത്തിൽ പറഞ്ഞാൽ പാറ്റ പാർട്ടി പറയാം. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ദേശവിരുദ്ധ മൂവ്മെൻ്റ് ആണ് എന്നോ, അല്ലെങ്കിൽ ഇത് രാജ്യവിരുദ്ധതയാണെന്നോ, ഇതൊരു രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണെന്നോ ഒന്നും ഇന്ത്യയിലെ ഒരൊറ്റ കോടതികളും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നേരിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസാണ് ഇവരുടെ പ്രതിഷേധത്തിന് അനുമതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ US നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയറാണ്. അതായത് ഡൽഹി പോലീസ് അനുമതി കൊടുക്കുന്നു, ഒരു കോടതിയും ഈ പ്രതിഷേധത്തെ തടസ്സപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കോടതികളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയും ഇതുവരെ ഇതൊരു രാജ്യവിരുദ്ധ മൂവ്മെൻ്റ് ആണെന്നോ രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണെന്നോ പറഞ്ഞിട്ടില്ല. സംഘപരിവാറിൻ്റെ പണം മേടിച്ച് പ്രവർത്തിക്കുന്ന ഗോദി മീഡിയയും യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ കൃമികളും ഈ പറയുന്ന സംഘപരിവാറിൻ്റെ തന്നെ ചില ചാവാലി ടീമുകളുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുന്നവന്മാർ, ഒരു വിവരമില്ലാത്ത വാട്സാപ്പ് യൂണിവേഴ്സിറ്റി കീടങ്ങൾ, ഇവരുമാണ് ഇതിനെ ഒരു രാജ്യവിരുദ്ധ മൂവ്മെൻ്റ് എന്ന നിലയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ ഒരു സ്റ്റൈല് കണ്ടിട്ട് പണ്ട് ഈ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ഈ ജന്തർ മന്ദറിൽ രാംലീല മൈതാനിയിൽ ഈ ലോക്പാൽ ബില്ല് നടപ്പാക്കണം, അഴിമതിക്കെതിരെ, കോൺഗ്രസിൻ്റെ അഴിമതി സർക്കാരിനെതിരെ ഒരു രാജ്യവ്യാപക മുന്നേറ്റം എന്ന രീതിയിൽ ലോക്പാൽ നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടൊരു വലിയ സമരം നടന്നു. അതായത് രണ്ടാം UPA സർക്കാരിനെതിരെയായിരുന്നു സമരം. അതായത് കെജ്രിവാളിൻ്റെയൊക്കെ അപ്പനായിട്ട് വരും ഈ പറയുന്ന അണ്ണാ ഹസാരെ. അപ്പോൾ അന്ന് ഒരു പതിറ്റാണ്ടായി, 10 വർഷമായി UPA സർക്കാർ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആസിയാൻ കരാറിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ ഇടതുപക്ഷം ഈ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ താഴെ പോവില്ല എന്ന ഓവർ കോൺഫിഡൻസിൽ UPA സർക്കാർ ഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ഇങ്ങനെ ഭരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെയാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് അണ്ണാ ഹസാരെ ലോക്പാൽ നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പോലെ ഡൽഹിയിൽ നിരാഹാര സമരം ആരംഭിക്കുന്നത്. അന്ന് ഇതുപോലെ തന്നെ ഈ കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ഇത് ദേശവിരുദ്ധ അജണ്ടയാണ്. ഇത്രയും തീവ്രമല്ല, കാരണം സോഷ്യൽ മീഡിയ ഇത്രയും തീവ്രമല്ല. പക്ഷേ എങ്കിലും കോൺഗ്രസിൻ്റെയൊക്കെ ഒരുപാട് പേജുകൾ മീൻസ് അവരുടെ പത്രങ്ങളിലും അവരുടെ ചാനലുകളിലും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടെന്ന് പറയുന്നത് ഇത് രാജ്യത്തെ തകർക്കാനുള്ള അല്ലെങ്കിൽ ഭരണത്തിനെതിരായിട്ടുള്ള നീക്കമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുള്ള പല പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു.
പക്ഷേ എൻഡ് ഓഫ് ദ ഡേ കപ്പടിച്ചു അണ്ണാ ഹസാരെ, BJP അധികാരത്തിൽ കയറി. ഒരു പതിറ്റാണ്ട് നീണ്ടു നിന്ന UPA ഭരണം താഴെ പോയി. അപ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടത്തിയ ഒരൊറ്റ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ മുഴുവൻ മാറി ചിന്തിച്ചത്. അതായത് ജനങ്ങൾ സംഘടിക്കുന്നു, അണ്ണാ ഹസാരയുടെ സമരപന്തലിലെത്തുന്നു, അതിന് രാജ്യവ്യാപകമായി പിന്തുണ കിട്ടുന്നു, BJP അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അതൊക്കെ അതിൻ്റെ പ്രായോഗിക തലങ്ങളാണ്. പക്ഷേ മാനസികമായിട്ട് ജനങ്ങളിൽ ഒരു വലിയ മാറ്റം ഇത് കൊണ്ടുവന്നു. അതാണ് രാജ്യവ്യാപകമായി ഇത് അലയടിച്ചത്. അല്ലാതെ അണ്ണാ ഹസാരയ്ക്ക് പിന്തുണ അർപ്പിക്കാൻ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ വന്നിട്ടില്ല. അണ്ണാ ഹസാരയുടെ കൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരും സമരം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അണ്ണാ ഹസാരയുടെ കൂടെ ഈ പറയുന്ന എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അണ്ണാ ഹസാരെ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ, അണ്ണാ ഹസാരെ നടത്തിയ സമരത്തിൻ്റെ അതിലൂടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അത് ഈ ഓൺലൈൻ സംവിധാനങ്ങൾ ഇതിൻ്റെ 10-1 ഇല്ലാത്തൊരു കാലമായിട്ട് പോലും രാജ്യം മുഴുവൻ ഏറ്റെടുത്തു. അതേ തുടർന്നാണ് UPA സർക്കാരിൻ്റെ ഭരണം അവസാനിച്ചത്. സമാധാനപരമായ സമരമായിരുന്നു. അഹിംസാവാദിയായിരുന്നു അണ്ണാ ഹസാരെ. അയാൾ പിന്നെ അവിടെ പോയി എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തായാലും അന്ന് അയാൾ വിജയിച്ചു. അതിനുശേഷം ആം ആദ്മി പാർട്ടി, അതിൻ്റെ ഭാഗമായിരുന്ന അണ്ണാ ഹസാരയുടെ കൂടെ ഉണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അണ്ണാ ഹസാരയുമായി പിരിഞ്ഞ് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു. ഡൽഹി ഭരണം പിടിച്ചു, പഞ്ചാബ് പിടിച്ചു. അങ്ങനെ അതിൻ്റെ ചരിത്രം പിന്നെ അങ്ങനെ പോയി. അപ്പം ഞാൻ പറയുന്നത്, ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നുന്ന ഒരാശയം പ്രതികരിക്കാനും ചോദ്യം ചെയ്യാനും ഈ ഭരണം തെറ്റാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാനും ആ ഭരണം തെറ്റാണെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ട ജനാധിപത്യപരമായ നീക്കങ്ങൾ നടത്താനും ഒക്കെ ആയിട്ടുള്ള ഒരു കാഹളമാണ്, ഒരു കോളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യം. അപ്പോൾ ഇത് പൊളിയും, ആളുണ്ടാകില്ല. ഈ ഫേസ്ബുക്കിൽ കാണുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന 2-2.5 കോടി അല്ലെങ്കിൽ 3 കോടി ഫോളോവേഴ്സ്, അതിൻ്റെ 10-1 പോലും ഇവിടെ വരില്ല. ഈ പരിപാടി പൊളിഞ്ഞു എന്ന് രാവിലെ മുതൽ തന്നെ ഈ പറയുന്ന സംഘപരിവാർ ഗ്രൂപ്പുകൾ, ബജ്രംഗ് ദൾ ഗ്രൂപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തി. അപ്പോൾ ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ വരുന്നു, വിമാനത്താവളത്തിൽ 1 മണിക്കൂറോളം എവിടെ പോയി എന്നറിയില്ല, അജ്ഞാതമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നു, അംബേദ്കറുടെ ഒരു ഫോട്ടോ ഉയർത്തി കാണിക്കുന്നു, മാധ്യമങ്ങൾ അദ്ദേഹത്തെ പൊതിയുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരും വരരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഒരുപാട് പേര് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നു. നേരെ ജന്തർ മന്ദറിലേക്ക് പോകുന്നു. പോലീസിൻ്റെ അനുമതി പ്രകാരമാണ് കേട്ടോ സമരം നടത്തുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് പൂക്കൾ, കുറച്ച് പ്ലക്കാർഡുകൾ, മഹാത്മാഗാന്ധിയുടെ ചിത്രം, അംബേദ്കറുടെ ചിത്രം, കുറച്ച് പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രതിഷേധമാണെങ്കിൽ പോലും ഒരിക്കലും ഒരു പ്രക്ഷോഭമായിരുന്നില്ല. ഇതൊരു മുന്നേറ്റമാണ്, ഒരു പ്രക്ഷോഭമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു റാഡിക്കലായിട്ടുള്ള ഒരു നീക്കമോ മുദ്രാവാക്യങ്ങളോ ഒന്നുമില്ല. അവരുടെ ആവശ്യം, ഇതിൻ്റെ ഉത്തരവാദിത്വം, ഈ പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. ആ ആവശ്യം ആണ് അവർ മുന്നോട്ട് വെച്ചത്. അത് നടപ്പാക്കണം. ഇതായിരുന്നു ഇവരുടെ ആവശ്യം. 5 മണി വരെയായിരുന്നു ഇവർക്ക് അനുവദിച്ചിരുന്ന സമയം. അപ്പോൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ സംഘപരിവാർ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകളൊന്നും വന്നില്ല. 1000-ൽ താഴെ ആളുകളെ വന്നിട്ടുള്ളൂ, ഏറിപ്പോയൊരു 1000 പേര്. അപ്പോൾ ഇതോടുകൂടി ഇത് പൊളിയുകയാണ് എന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങൾ നടന്നു. കേരളത്തിലെ കുറേ യൂട്യൂബർമാരും സംഘപരിവാറുകാരും പിന്നെ അതുപോലെ തന്നെ ഇത്തരം മൂവ്മെൻ്റ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആളുകളും ഒക്കെ പൊതുവിൽ പറഞ്ഞത് രാജ്യത്തിനെതിരായ മൂവ്മെൻ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പൊളിഞ്ഞു എന്ന നിലയിൽ ഒരു പ്രചാരണം വലിയ തോതിൽ നടക്കുമ്പോൾ തന്നെ ബജ്രംഗ് ദളുകാർ ഇതിനിടയ്ക്ക് ഇരച്ചു കയറുകയാണ്. ബജ്രംഗ് ദളുകാർ ഇരച്ചു കയറിയതിന് ശേഷം ഇവരെ മർദ്ദിക്കുകയാണ്. CPIയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ആനി രാജ ഉണ്ടായിരുന്നു, അവരെ ഉന്തി താഴെ ഇടുകയാണ്. ഈ പറയുന്ന ആളുകൾക്ക് നേരെ ഹിറ്റ് അടിക്കുകയാണ്. ഹിറ്റ് എന്ന് പറയുന്ന സ്പ്രേ, പാറ്റകളെ കൊല്ലുന്ന സ്പ്രേ അടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവർ ഈ പറയുന്ന ജയ് ഗോമാത, ജയ് BJP എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, അവ്യക്തമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാജ്യത്തിനെതിരായ നീക്കമോ അല്ലെങ്കിൽ വിധ്വംസക ശക്തികൾ ഫണ്ട് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് അറിയാം. ഈ ഉള്ളിലുള്ള രാജ്യവിരുദ്ധരെ നല്ല രീതിയിൽ കൈകാര്യം, അതായത് കൊടുക്കേണ്ടതുപോലെ ശിക്ഷ കൊടുക്കുന്ന ഒരു ഭരണകൂടം തന്നെയാണ് ഇവിടെയുള്ളത്. അല്ല, ഇത്തരം ഈ BJPക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന ചെറുപ്പക്കാരെ പണ്ടേ അവർക്ക് ഇഷ്ടമല്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ധ്രുവ് റാട്ടിയെ പോലുള്ള ഒരുപാട് പേര് ഇവിടെ സംഭവിക്കുന്നത് സംഘപരിവാറിനെതിരെയുള്ള വിമർശനം എന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലത്ത് പുതുതലമുറ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ്. അവരെ മതത്തിൻ്റെ വേലിക്കകത്ത് തളയ്ക്കാം. അവർ ഇനി വരുന്ന തലമുറ ചോദ്യങ്ങൾ ചോദിക്കില്ല, ഇനി വരുന്ന തലമുറ രാഷ്ട്രീയം സംസാരിക്കില്ല എന്ന് വിചാരിച്ച് ചരിത്രം പോലും മാറ്റി എഴുതി
സവർക്കറെ വീര സവർക്കറാക്കി. അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര നേതാവ് എന്ന് പറയുന്നു. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവല്ല, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന നിലയിൽ കഥകൾ പറയുന്നു. സുഭാഷ് ചന്ദ്രബോസാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിന്. അങ്ങനെ പല 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 കഥകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓരോ തലമുറ മാറുമ്പോഴേക്കും ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റുന്നു. ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണെന്ന് വരെ പറയുന്നു. ചാണകം തിന്നാൽ എല്ലാ സുഖവും മാറുമെന്ന് പറയുന്നു. ഗോമൂത്രം കുടിച്ചാൽ നമ്മൾ ഉശിരുള്ള ചെറുപ്പക്കാരാകുമെന്ന് പറയുന്നു. ഈ രീതിയിലൊക്കെയുള്ള പലതരത്തിലുള്ള ക്ലാസ്സുകൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും അല്ലാത്ത യൂണിവേഴ്സിറ്റികളിലും എല്ലായിടത്തും വരുന്നു. പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന, നമ്മൾ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഇതുപോലുള്ള പല വിവരക്കേടുകളും വിളിച്ചു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതുതലമുറ നശിച്ചു പോകാനുള്ള, നമ്മൾ പറയില്ലേ ഇപ്പം കുരുട്ടടക്ക പോലെ ആകാനുള്ള സാധ്യത അതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം അത്രയും വലിയ ക്യാമ്പയിനുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് യാഥാർത്ഥ്യം എന്താണ്, ഇപ്പം എന്താണ് സംഭവിക്കുന്നത്, ചോദ്യം ചെയ്യേണ്ടിടത്ത് ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കാനും ഒരു ക്യാമ്പയിൻ ഉണ്ടാവുകയാണ്, ഒരു കൂട്ടായ്മ ഉണ്ടാവുകയാണ്. അപ്പം ഇത് അക്രമാസക്തമല്ല ആയ ഒരു കൂട്ടായ്മയല്ല എന്നുള്ളതാണ് ഇതുവരെ കണ്ടിട്ടുള്ള കാര്യം. ഈ CJPയുടെ പേജ് തുടങ്ങിയ സമയത്ത് പെട്ടെന്നായിരുന്നു ഈ പേജ് ഭയങ്കരമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് കൂടിയത്. അതായത് ഒരു മണിക്കൂറിനുള്ളിൽ 10 ലക്ഷം പേരൊക്കെ ആയിരുന്നു ഫോളോവേഴ്സ്, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കാഴ്ചക്കാർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സിനിമാ മേഖലയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് പല നേതാക്കളും ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അപ്പം ഇത് പല തവണ ഈ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സംഘപരിവാർ ആവട്ടെ മറ്റു പാർട്ടികളാവട്ടെ, ഈ ചെറുപ്പക്കാർക്കിടയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയമില്ല, എല്ലാവർക്കും രാഷ്ട്രീയം എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത്. പലർക്കും ഈ BJP കൊണ്ടുവരുന്ന, ഇപ്പം ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ മാറ്റുന്നത്, അതായത് ജോണി ജോണി എസ് പപ്പ എന്ന് പറയുന്ന പാട്ടുകളും റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുന്ന പാട്ടുകളൊക്കെ മാറ്റുമ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും അതിലോട്ട് ഒരു പ്രതികരിക്കാനുള്ളൊരു അവസരം ലഭിക്കുന്നില്ല. പക്ഷേ CJP വന്നപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ പാർട്ടികളിലെ നേതാക്കളും മിക്ക സിനിമാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഈ ഒരു CJPനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുമ്പോൾ അവർക്ക് അവിടെ ഒരു അവസരം ലഭിക്കുകയാണ് ഇത് ഒരു പ്രതിഷേധിക്കാൻ. ഇന്നിപ്പോൾ ഡൽഹി കണ്ടൊരു പ്രതിഷേധം എന്ന് പറയുന്നത് കേവലം അതൊരു സാധാരണ ഒരു രീതിയിൽ എടുക്കേണ്ട പ്രതിഷേധമല്ല, അത് ഒരു വിദ്യാർത്ഥികളുടെയും, അത് മാത്രമല്ല അവരുടെ വേണ്ട ആവശ്യങ്ങളും കൂടിയാണ് അവർ പറയുന്നത്. ഒരുപറ്റം ചെറുപ്പക്കാർ അവിടെ വയസ്സിന് അതീതമായിട്ടാണ്, അതായത് പണ്ട് ഈ ഇത്ര വയസ്സുള്ളവരെ ഇവിടെ വന്ന് പറയാവൂ, അല്ലെങ്കിൽ ഇത്ര വയസ്സിനുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയം അറിയില്ല, അവർ സംസാരിക്കില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ കരുതിയ BJPക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ ചെറുപ്പക്കാർ അവിടെ നിന്ന് ഈ പ്രതിഷേധം അറിയിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം അവിടെ വലിയൊരു തിരിച്ചടിയാണ്. അതാണ് നമ്മൾ ഈ ബജറംഗ് ദളിന്റെ രൂപത്തിൽ കണ്ടത്. അവിടെ വരുന്നു പ്രതിഷേധം. ഞാൻ ചോദിക്കട്ടെ, ഡൽഹി പോലീസ് ഉയരത്തില്ലേ ഇതിനി? കാരണം CJP വളർന്നുകൊണ്ടിരിക്കുകയാണ്, ചെറിയ രീതിയിൽ കണക്കാക്കാൻ പറ്റത്തില്ല വളർച്ച. ഞാൻ അതിൻ്റെ അകത്ത് എനിക്കൊരു കോൺട്രഡിക്ഷൻ ഉള്ളത്, വളർച്ച എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ കുറേ ലൈക്ക് കിട്ടിയാൽ അതാണ് ഏറ്റവും വലുതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു തുടക്കം എന്ന നിലയിൽ ഇത്രയും പേർ, 1000 പേർ. അപ്പോൾ അതിന് CJP പറയുന്നൊരു ഒരു വാക്കുണ്ട്. അതായത് 1000 ബോധമുള്ളവർ, കാര്യങ്ങൾ അറിയുന്നവർ, ചിന്തിക്കുന്നവർ ആയിട്ടുള്ള ഒരു 1000 പേര് മതി ഞങ്ങൾക്ക്. 500 രൂപ ദിവസക്കൂലി മേടിച്ച് വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ 500 രൂപ കൂലി മേടിച്ചിട്ട് ദിവസം ഈ പറയുന്ന BJPയുടെ ഒക്കെ പ്രകടനത്തിന് പോകുന്ന അങ്ങനത്തെ ഒരു 1 ലക്ഷം പേരെക്കാളും നല്ലത് ഒരൊറ്റ വിളിയിൽ വരുന്ന 1000 പേരാണ്. ഇവർക്ക് ബോധമുണ്ട്, ഇവർ ചോദ്യം ചെയ്യും, കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മൂവ്മെന്റ് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ആശയം പ്രചരിക്കപ്പെടും. ഇപ്പം തെരഞ്ഞെടുപ്പാണ് എല്ലാം. അപ്പോൾ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിവിടുന്ന ആശയങ്ങൾ അത് വ്യാപകമായിട്ട് വോട്ടർമാരിൽ സ്വാധീനം ചെലുത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത്രയും കാലം ഇതിൻ്റെ പിന്നിൽ ആരാണ്, ഇവരുള്ളതാണോ ഇല്ലാത്തതാണോ, ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, ഇവർ പ്രതിഷേധിക്കുമോ, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേര് പോകാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്, ഇങ്ങനൊരു മൂവ്മെൻ്റ് ഉണ്ട്, ഇന്ന ആളുകൾ ഇതിൻ്റെ തലപ്പത്തുണ്ട്, നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അതും സമാധാനപരമായിട്ട് എന്ന് പറഞ്ഞതോടുകൂടി ഇതിനൊരു ഇനീഷ്യൽ പുഷ് കിട്ടിയിരിക്കുകയാണ്. ആ തുടക്കം തന്നെ ഈ പറയുന്ന കാവി ഗ്രൂപ്പുകാരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഡൽഹി ആദ്യം തന്നെ അതുകൊണ്ടല്ലേ അവരുടെ എക്സ്
നീക്കം ചെയ്യാനല്ല, ഇത് ഈ പ്രതിഷേധം തുടങ്ങിയപ്പോഴേ ഞാൻ പറയുന്നത് ഈ ഗോദി മീഡിയനൊക്കെ വലിച്ചീറി ഒട്ടിക്കരുത്. സംഘപരിവാറിനെതിരെ BJPക്കെതിരെ ഒന്നും പറയാത്ത ഗോദി മീഡിയക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ, ക്യാമ്പയിനുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ CJPയുടെ ആശയങ്ങൾ തങ്ങളെ പൊള്ളിക്കുന്നുണ്ട്, അതായത് BJPയെ അല്ലെങ്കിൽ ഈ ബജ്രംഗ് ദൾ പോലുള്ള ഗ്രൂപ്പുകളെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇന്ന് ഇവർക്കെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകൾ. ആലോചിച്ച് നോക്ക്, ഡൽഹി പോലീസിൻ്റെ അനുമതിയോടുകൂടി നടത്തുന്ന ഒരു സമരമാണ്. ഒരൊറ്റ കോടതികളും ആ സമരം നടത്തുന്നതിനെതിരെ സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ പുറപ്പെടുവിച്ചിട്ടില്ല. വളരെ സമാധാനപരമായി നടക്കുന്ന ഒരു സമരമാണ്. അതിനെതിരെ പോലും ഈ ബജ്രംഗ് ദൾ പോലുള്ള ഗ്രൂപ്പുകൾ വന്നിട്ട് വലിയ പ്രതിഷേധം, ഒച്ചപ്പാട്, സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ മുഴുവൻ ഇത് പൊളിഞ്ഞു, ഇത് തകർന്നു, ഇത് നശിച്ചു, ഈ പരിപാടി പോയി, പൊളിഞ്ഞു, ചീറ്റിപ്പോയി, ഇത് ദേശവിരുദ്ധരുടെ പരിപാടി എന്നൊക്കെ പറയുന്നു. ഇത് അതിന് ഇത്രയധികം ആളുകൾ അവിടെ പങ്കെടുക്കുമെന്ന് ഈ പ്രസ്ഥാനം, ഇത് കോക്രോച്ച് ജനതാ പാർട്ടി ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചു കൊള്ളാമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, താല്പര്യമുള്ളവർക്ക് വരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ലക്ഷക്കണക്കിന് പേർ ഡൽഹിയിലേക്ക് വരുമെന്നൊന്നും അവരവകാശപ്പെട്ടിട്ടില്ല. 100 1000 1000 തുടങ്ങി വെച്ചു. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആദ്യ ലക്ഷ്യം എന്നുള്ളത് അതായിരുന്നു. അത് അവർ വിജയിച്ചിട്ടുണ്ട്. അത് ഈ രാജ്യത്തിനൊരു അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം രാജ്യത്ത് ആദ്യത്തെ ജൻസി പ്രതിഷേധം എന്ന് പറയാം, പ്രക്ഷോഭം എന്ന് പറയാൻ പറ്റില്ല, ജൻസി പ്രതിഷേധമാണ്, ഒരു ജൻസി മൂവ്മെൻറ്റാണ്. ഇനി അതിൻ്റെ ഭാവി എന്താണെന്നുള്ളത് അവരെങ്ങനെയൊക്കെ പോകുന്നു എന്നതിനനുസരിച്ചിരിക്കും, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഭരണകൂടം എന്നതനുസരിച്ചിരിക്കും. പക്ഷെ നിലവിൽ സംഘപരിവാറിന് ഒരു ഷോക്ക് കൊടുക്കാൻ ഈ പറയുന്ന ഗ്രൂപ്പുകളെ, ഈ കാവി ഗ്രൂപ്പുകളും ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകളെയൊക്കെ പൊള്ളിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രതിഷേധം ന്യായമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്, അവരുടെ ആശയങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി എങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടും, ഇതെങ്ങനെ രാജ്യം ഏറ്റെടുക്കും? ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഭീഷണികൾ, വെല്ലുവിളികൾ ഒക്കെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും വിജയിച്ച ചരിത്രമുള്ളൂ. ഇപ്പോൾ ഒരു നടിയുടെ അടിവസ്ത്രത്തിൻ്റെ കളർ കാവ്യാണെന്നും പറഞ്ഞ് ഇവന്മാർ കടന്നുകൂടെ ഒച്ചമ്പളം ഉണ്ടാക്കി, ആ സിനിമ സൂപ്പർ ഹിറ്റായി. പല സിനിമകൾക്ക് നേരെയും ഇവന്മാർ ഇതിനു മുമ്പ് പലതരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനും നടത്തി, ആ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റായിട്ടുണ്ട്. പല പ്രൊഡക്റ്റുകൾക്കുമെതിരെ ഇവർ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് ഓടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ BJP ഉയർത്തുന്ന അനാവശ്യ പ്രതിഷേധങ്ങൾ, പാനിക്കായിട്ടുള്ള അവർ ഭയന്നുകൊണ്ടുള്ള ഇത്തരം വിറളി പിടിച്ചിട്ടുള്ള നീക്കങ്ങളായിരിക്കും ഒരു പക്ഷേ CJPക്ക് ഗുണകരമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.